എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് ചെന്നൈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബേസിക്കലി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈസി ആയിട്ട് IRCTCയുടെ ആപ്പ് വഴി എങ്ങനെ ഈസി ആയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ജനറലൈസ് ചെയ്ത് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ തത്കാലിലും ബുക്ക് ചെയ്യാൻ പറ്റും. തത്കാലാകുമ്പോൾ 24 hours പ്രയർ ട്രെയിൻ യാത്രയുടെ 24 hours മുമ്പ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെ തത്കാലിൽ AC ആകുമ്പോഴത്തേക്ക് 10 o'clock വിൻഡോ സ്റ്റാർട്ട് ആവും. നോർമൽ ആണെങ്കിൽ 11 o'clock വിൻഡോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ യാത്രയിൽ ഞാൻ എന്തൊക്കെയാണ് കരുതുന്നത്, അങ്ങനത്തെ അത്യാവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈക്ക് പോകുന്നത്. അപ്പം നിങ്ങളും ഫസ്റ്റ് ടൈം ആരെങ്കിലും പോകുന്നുള്ളവർക്ക് ഇതെന്താണേലും ഉപകാരപ്പെടും. കാര്യം ഞാൻ ആരെയും ഈ ഒരു കോൺടാക്ട് ഈ പ്രാവശ്യം യൂസ് ചെയ്തിട്ടില്ല. സാറിന് എവിടെയും ചെല്ലുമ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഫാമിലീസ് ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ അവർ വരുന്നു പോകുന്നു, അങ്ങനെയെങ്കിൽ പോവാ സാറിന് ചെയ്യാറ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒരു കോൺടാക്ട്സ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങളോ ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും പുതുതായിട്ട് ചെന്നൈ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പോകാം അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് IRCTC റെയിൽ കണക്റ്റ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കും. നേരെ നമ്മുടെ ലോഗിൻ്റെ അവിടെ അല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കാണിക്കുന്നത് നമ്മുടെ പാസ്വേഡ് അടിച്ച് കയറാനായിട്ട്. ഞാൻ 4 ഡിജിറ്റ് ലോഗിൻ പാസ്വേഡ് കൊടുത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പുതിയ യൂസർ ആണെങ്കിൽ ചേഞ്ച് ബാർ രജിസ്റ്റർ യൂസറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതാണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടവർ ചെയ്യുക. അത് രജിസ്റ്റർ യൂസറിൻ്റെ അവിടെ യൂസർ നെയിമും നമ്മുടെ ഇമെയിൽ ID യും ഫോൺ നമ്പറും മാത്രം കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ എൻ്റെ പാസ്വേഡ് യൂസ് ചെയ്താണ് കയറുന്നത്. അതുപോലെ തന്നെ പാസ്വേഡ് 4 ഡിജിറ്റ് ആണ് എൻ്റേത്. അതിന് ശേഷം താഴെ കണ്ടില്ലേ, നമ്മുടെ ഈ താഴെ കാണുന്ന STGNBH ആ കോഡ് അടിക്കണം. അതെങ്ങനെയാണോ സ്മോൾ ക്യാപ്സിലാണ് സ്മോൾ, അല്ലെങ്കിൽ ക്യാപ്സിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, അങ്ങനെ അടിച്ച് അത് സെയിം തന്നെ കയറണം, അല്ലെങ്കിൽ എറർ കാണിക്കും. നേരെ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ താഴെ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ല നെറ്റ്വർക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത പേജിലേക്ക് അത് ഈസി ആയിട്ട് ഓപ്പൺ ആവും. IRCTC റെയിൽ കണക്റ്റ്. ഇവിടെ ട്രെയിന്, ഫ്ലൈറ്റ്, ബസ്, ഹോട്ടൽസ്, ഓർഡർ ഫുഡ് ഇൻ ട്രെയിൻ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മൾ മെയിൻലി എടുക്കുന്നത് ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടാണ്. അപ്പം ബുക്കിങ്ങിൻ്റെ അവിടെ കൊടുക്കുക, നേരെ ബുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടല്ലോ. ഇപ്പം ഞാൻ അങ്ങോട്ടേക്കുള്ള, അതായത് തിരുവല്ല ടു മദ്രാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, തിരുവല്ല ടു ചെന്നൈ ബുക്ക് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ആണിപ്പം ഞാൻ നോക്കുന്നത്, ചെന്നൈ ടു തിരുവല്ല. ഓക്കെ, അപ്പോൾ ഞാൻ തിരുവല്ല സെർച്ച് ചെയ്തു ശേഷം താഴെ ഡേറ്റ് അടിച്ചു കൊടുത്തു. ഒരു 5th September ഇപ്പം ഞാൻ നോക്കുന്ന അവൈലബിലിറ്റി. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കോട്ട കണ്ടില്ലേ, നമ്മൾ കണ്ടോ ജനറലാണ്. ജനറൽ കോട്ട വഴിയേ നമുക്കിപ്പം ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം തത്കാൽ 24 hours മുമ്പാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ അവൈലബിളായിട്ട് കാണിക്കുന്നത് ആക്ച്വലി 3 ട്രെയിനാണ്. അപ്പോൾ നമ്മുടെ ടൈം ഏതാണോ കൺവീനിയൻ്റ് എന്ന് നോക്കുക, അവിടെ നിന്ന് കയറാനുള്ളത്. പിന്നെ ഇവിടെ എത്തേണ്ട സമയം എന്താണോ നോക്കുക, അതനുസരിച്ചിട്ട് വേണം നമുക്ക് അവൈലബിലിറ്റി നോക്കാനായിട്ട്. ഇത് കണ്ടോ, മദ്രാസ് ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് മെയിൽ, ചെന്നൈ ട്രിവാൻഡ്രം മെയിൽ 12623 ട്രെയിൻ നമ്പർ. അവിടുന്ന് ചെന്നൈയിൽ നിന്ന് 7:30 സ്റ്റാർട്ട് ചെയ്ത് 8:15 തിരുവല്ല വരുന്നതാണ് നമ്മളിപ്പം നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ 3 ടയർ AC ആണ് ആദ്യം നോക്കിയത്. അതുപോലെ 2 ടയർ നോക്കി, ഇപ്പം 1 ടയർ നോക്കി, പിന്നെ ലാസ്റ്റ് നമുക്ക് സ്ലീപ്പർ കൂടെ നോക്കാം. എന്താണെങ്കിലും എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ അടുത്തൊരു ട്രെയിനിൻ്റെ നോക്കാം. ഇത് കണ്ടോ, മദ്രാസ് MS എന്ന പഴയ ഇത് കോഡ് കേട്ടോ, മദ്രാസ് എന്നുകൊണ്ടാണ് ഇനി പറയുന്നത്, ചെന്നൈ ട്രിവാൻഡ്രം. അപ്പോൾ അതിൻ്റെ സ്ലീപ്പർ നോക്കുവാണെങ്കിൽ കാണിക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് 57. അതുപോലെ തന്നെ 57 ഒന്നും 5 ദിവസം കൊണ്ട് കൺഫേം ആവാൻ സാധ്യതയില്ല. ഇപ്പം 3 ടയർ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ്, 2 ടയറും വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നാലും വെയിറ്റിംഗ് ലിസ്റ്റ് 2 ടയർ 3 ടയർ മേ ബി കൺഫേം ആകാം. അപ്പോൾ നമ്മൾ താഴെ ഇതുകൂടെ നോക്കുകയാണ്, എല്ലാ ഓപ്ഷനും നമ്മൾ നോക്കും, കാര്യം വരേണ്ട ഒരു ഇതായതുകൊണ്ടേ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കുറച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നതിലാണ് പോസിബിലിറ്റി കൂടുതൽ, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളിനിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും നന്നായിട്ട് കുറച്ചുകൂടെ ചാൻസ് ഉള്ളത് ഇതിനാണ്. അതായത് അവിടുന്ന് 15:20 തിരിച്ച് വെളുപ്പിനെ ഇവിടെ 4:30 വരുന്ന ഇതിനാണ്. അത് 3 ടയർ ACക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് 20 ആണ് കാണിക്കുന്നത് കേട്ടോ. വെയിറ്റിംഗ് ലിസ്റ്റ് 20 മേ ബി അത് കൺഫേം ആകും. 4 days ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ തത്കാലം നോക്കാം. എനിവേ, ഇത് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നമുക്ക് പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഓൾറെഡി പാസഞ്ചർ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് സെലക്ട് എക്സിസ്റ്റിംഗ് പാസഞ്ചർ എന്നുള്ളിടത്ത് എൻ്റെ പേര് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് എന്നുണ്ടാവും.
അപ്പോൾ നമ്മൾ അടിച്ചതെല്ലാം കറക്റ്റാണോ, അതുപോലെ നമ്മുടെ പാസഞ്ചർ മൊബൈൽ നമ്പർ ഓൾറെഡി ഇതാണ്. അപ്പോൾ പിന്നെ ആഡ് പാസഞ്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് പുതിയൊരു ആഡ് പാസഞ്ചർ ഉണ്ടെങ്കിൽ അവിടെ ആഡ് പാസഞ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നെയിം അടിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ട്രയൽ നിങ്ങളെ കാണിക്കാനായിട്ട് ചെയ്യുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പേര്, ഏജ്, നമ്മുടെ മെയിൽ, ബർത്ത് പ്രിഫറൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. എന്താണെങ്കിലും കൊടുത്തിടാം. അപ്പോൾ അങ്ങനെ ഇപ്പം ഇനി ആദ്യം ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ന്യൂ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ആഡ് എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പേയ്മെൻറ്റിലേക്ക് വരുമ്പോൾ മെയിൻലി 2 ടൈപ്പാണ്: ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് വാലറ്റ്സും. പിന്നുള്ളത് നമ്മുടെ BHIM അല്ലെങ്കിൽ UPI, നമ്മുടെ GPay, Paytm അങ്ങനത്തെ ഇത് വെച്ച്. ഞാൻ കൂടുതലും ചെയ്യുക UPI വെച്ചിട്ടാണ്, അതായത് Paytm വെച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നേരെ അത് ക്ലിക്ക് ചെയ്യുക, താഴെ കൊടുക്കുന്ന ബുക്ക് ടിക്കറ്റ് കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ കാണിക്കും, ഡേറ്റ് കൺഫേം ആവുമെന്ന് നോക്കുക. അപ്പോൾ നമുക്കിപ്പം കാണിക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് 20 തന്നെയാണ്. പേയ്മെൻറ്റ് മെത്തേഡ് വന്നു. താഴെ വീണ്ടും നമ്മൾ കാണുന്ന ഈ കോഡ് അടിക്കുക. ആ കോഡ് അടിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3P, ക്യാപിറ്റൽ P ആണ് കണ്ടോ, ME. നമുക്കിത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നടുക്ക് കാണുന്ന റിഫ്രഷിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, അപ്പോൾ അത് വീണ്ടും വരും. ഇപ്പം 1188 രൂപയാണ് ഓൾ ചാർജസ്, അതായത് ബുക്കിംഗ് ചാർജും ഇതിൻ്റെ 20 റുപ്പീസ് അഡീഷണൽ വരുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട്. നേരെ പേയ്മെൻറ്റിലോട്ട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏത് പേയ്മെൻറ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിനകത്ത് Paytm, ഫോൺപേ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചൂസ് ചെയ്ത് കൊടുക്കുക ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ കൂടുതലും എപ്പോഴും ചെയ്യാറുള്ളത് Paytm വഴിയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് Paytm ക്ലിക്ക് ചെയ്യുന്നു. അതേ എമൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്, 1188.6. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ നമ്മുടെ ഇത് പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഇത് പേയ്മെൻറ്റിൻ്റെ അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റാണ്ട് പോയത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ IRCTC നമ്മൾ ടിക്കറ്റ് ആവും, മെയിലിലോട്ട് വരും, എല്ലാം വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ യാത്രയിൽ കരുതുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ടല്ലോ, ചീപ്പായിട്ട് മേടിച്ചാൽ കേട്ടോ, ഡൽഹി പോയപ്പോൾ മേടിച്ചാണ്. ഏകദേശം എനിക്കൊന്ന് 20-25 റുപ്പീസ് കൊടുത്ത് അന്ന് അവിടുന്ന് മേടിച്ചൊരു പൗച്ചാണ്. ഇപ്പോൾ 1.5 വർഷമായി. നന്നായിട്ട് മാക്സിമം ഞാൻ മുതലെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ ഞാൻ ബേസിക്കലി ഈ ഒരു പൗച്ചിനകത്താണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ, സോപ്പ്, ചീപ്പ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കുന്നത്. ഞാനിതൊക്കെ കാണിക്കുന്നത് പുതുതായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഒരു യാത്രയിൽ ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കുന്നതിനെക്കാട്ടി ചിന്തിക്കുന്നതിനുപരിയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മസ്റ്റായിട്ട് കയ്യിൽ കരുതുന്നതാണ് നല്ലത്. മൗത്ത് വാഷ്, എന്തിനാണ് മൗത്ത് വാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രെയിനല്ലേ, വെള്ളം കിട്ടി തീർന്നു പോയെങ്കിൽ നമ്മുടെ ബാഡ് സ്മെൽ വരാതിരിക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെറിയ മൗത്ത് വാഷ് നല്ലതാണ്. അത് പലയിടത്തും പല ട്രെയിനിൽ ചിലപ്പം ലോങ് ജേണിയൊക്കെ പോകുന്ന ഉറപ്പായിട്ടും വെള്ളം തീരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ചെറിയ ടിഷ്യൂസ്, സോഫ്റ്റ് ടിഷ്യൂസ് നല്ലതാണ് അത്യാവശ്യം. നമുക്ക് കർച്ചീഫ്, ടവലൊക്കെ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് സോഫ്റ്റ് ടിഷ്യൂസ് നല്ലതാണ്. ഫേസൊക്കെ കണ്ടമാനം ഇതാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ഹാൻഡ് വാഷ് സംഭവങ്ങളൊക്കെ നല്ലതാണ്. ഫേസ് വാഷും നല്ലതാണ്, കാര്യം ട്രെയിനിലൊരു പ്രത്യേക സ്മെല്ലുണ്ട്. ഇതാണ് ഞാൻ സെബോളിൻ അല്ലെങ്കിൽ വാസ്ലിൻ ഞാൻ നോർമലി കയ്യിൽ കരുതാറുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഡ്രൈനെസ് ഉണ്ടാവും നമ്മുടെ സ്കിന്നിന്, പ്രത്യേകിച്ച് AC-യിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് അതിൻ്റെ ആ ചെറിയൊരു സൈഡിലായിട്ട് വിട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. ദേ കണ്ടോ എന്ത് രസമായിട്ടുണ്ടെന്ന് നോക്കി. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടു. അപ്പോൾ സൈഡിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ സാധനങ്ങൾ സൈഡിലും മറ്റേ മെയിനിലായിട്ടുള്ളിടത്ത് ഈ കണ്ട സാധനങ്ങളെല്ലാം സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും മെഡിസിൻസ് കരുതാറുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് ഇതിൻ്റെ പേരിൽ, നീ ഇതെന്തോ പിന്നെ മെഡിക്കൽ ഷോപ്പും കൊണ്ടാണോ പോകുന്നത്. അങ്ങനെയല്ല, ഞാനിപ്പം ചിന്തിക്കുന്ന ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ലല്ലോ യൂസ് ചെയ്യാൻ പറ്റുക. അത്യാവശ്യം ബേസിക്കായിട്ടുള്ള മെഡിസിൻസ് ഞാൻ കയ്യിൽ കരുതും. ഇപ്പം ട്രാവലേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ചിലപ്പോൾ അവരുടെ കാണണമെന്നില്ല, അപ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിലാണ് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം പാനഡോൾ, ഇപ്പം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഡോളോ 650, അത് സിട്രസിൻ, ഇപ്പോൾ അലർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ അവോമിൻ, ലോമോട്ടിൽ, പിന്നെ ആക്സോയിൽ ഞാൻ ഇവിടെ പോയാലും കയ്യിൽ കരുതാറുണ്ട്. ഇതെൻ്റെ ഐ ഡ്രോപ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഇത് കലാമിൻ ലോഷനാണ്. റീസെൻ്റ്ലി എനിക്കൊരു അലർജറ്റിക് ഇഷ്യൂസ് ഉണ്ടായപ്പം കിട്ടിയതാണ്. ഇത് നല്ല സാധനം കേട്ടോ, കലാമിൻ ലോഷൻ. ഇത് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. ഇതെല്ലാം ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ നല്ല സെറ്റായിട്ട് ഒതുങ്ങിയിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും കരുതുന്നത്. ഇങ്ങനത്തെ ഒരു സേഫായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇത് വളരെ പ്രയോജനമാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. നമുക്ക് ആർക്കും അസുഖം വരാനായിട്ടല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ. ബൈ ചാൻസ് വന്നാൽ നമ്മൾ രക്ഷപ്പെടണം. ഇതാണ്ടോ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇത് സെറ്റായി. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗിൽ വേണം വെക്കാനായിട്ട്. എനിക്ക് പിന്നെ വലിയ ഗാഡ്ജറ്റ്സ് പരിപാടികളൊന്നുമില്ല. ആകെ 20,000 mAh ഒരു പവർ ബാങ്ക് ഉണ്ട്.
ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അതിൻ്റെ ചാർജറുണ്ട്, പിന്നെ ഈ ചെറിയ നമ്മുടെ ഈ OTG കൺവേർട്ടർ പോലത്തെ പെൻഡ്രൈവും നമ്മുടെ മൊബൈലിൽ നിന്ന് എടുക്കാമെന്നുള്ള OTG ഇല്ലേ, ഈ സംഭവങ്ങളേ ഉള്ളൂ. കാര്യം എൻ്റെ ഡേറ്റ ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ഇപ്പോൾ ഒരു 3 വർഷത്തിന് മേലെ ഞാനിത് യൂസ് ചെയ്യുന്നു. നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. ഇത് ഞാൻ ഫുൾ ചാർജ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. തിരുവല്ലയുടെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്, പക്ഷേ നമ്മൾ തല ഉയർത്തി നിൽക്കും. ഇതൊക്കെ എത്ര നാൾ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എന്നൊന്നും ചോദിക്കരുത്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്. നമുക്ക് പുറത്ത് പെയ്ഡ് പാർക്കിങ്ങിൽ പോലും നല്ല തിരക്കാണ്. കാറുകൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഞ്ചഷൻ കാണുന്നുണ്ട്. ബൈക്കുകൾ ഈസിയായിട്ട് അങ്ങേയറ്റത്ത് ഇപ്പം ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട്, നനയാതെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇത് ഇവിടുത്തെ നമ്മുടെ ഓരോ ട്രെയിനിൻ്റെയും കോച്ച് പൊസിഷൻ എഴുതി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ താഴെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആൾട്രേഷൻ നടക്കുന്നതുകൊണ്ട് താഴെ അതങ്ങനെ വെച്ചേക്കുവാണ്. എപ്പോഴും ആസ് യൂഷ്വൽ കാണുന്ന പോലെ എലിവേറ്റർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ എന്താണേലും സ്റ്റെപ്പിൽ കയറി മിക്കവാറും നമ്മുടെ ടുവേർഡ്സ് എറണാകുളം പോകുന്ന എല്ലാ ട്രെയിനും 2nd പ്ലാറ്റ്ഫോമിലും ട്രിവാൻഡ്രം സൈഡിലോട്ട് പോകുന്ന 3rd പ്ലാറ്റ്ഫോമിലുമാണ് തിരുവല്ലയിൽ എത്തുക. അങ്ങനെ തന്നെയാണ് മിക്കവാറും വരിക. ഇനി എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അത് 1st പ്ലാറ്റ്ഫോമിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് സെറ്റാണ്. ടുവേർഡ്സ് എറണാകുളം വിൽ ബി ഓൺ 2nd പ്ലാറ്റ്ഫോം ആൻഡ് ടുവേർഡ്സ് ട്രിവാൻഡ്രം സൈഡ് 3rd പ്ലാറ്റ്ഫോമിലും. പിന്നെ ഇതാണ് എൻ്റെ ഒരു ലഗേജും പരിപാടികളും. ആകെ ഒരു പെട്ടിയുണ്ട്, പിന്നെ ഒരു ബാഗുണ്ട്. ജസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് കൂടെ മേടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഏതായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കോച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ എല്ലാവരും വന്ന് തപ്പുന്നുണ്ട്. ഇത് ജസ്റ്റ് പുഷ് ബട്ടണിലാണ് വെള്ളം വരുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കോച്ചാണ്. ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചെന്നൈക്ക് പോകുമ്പോൾ നല്ല നീറ്റായിട്ട് പോകാൻ പറ്റുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ ബെർത്ത് എന്ന് പറഞ്ഞാൽ 63, അതായത് വളരെ നിയറാണ് ഡോറിനോട്. അത് മിക്കവാറും രാത്രി ചിലപ്പോൾ ഒരു പണിയാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ബെർത്ത് കിട്ടുന്നത് ഡോറിനടുത്താണെങ്കിൽ ഒരു പണിയാണ്. അത്യാവശ്യം ബ്രേക്കബിളായിട്ടുള്ള ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്, എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ എല്ലാം അവിടെ നിന്നാണ് കൺട്രോളിങ്. IRCTC ഇതിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് തവണ കണ്ടു ക്ലീനിങ് സ്റ്റാഫുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എറണാകുളം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഫുഡ് പുറത്തുനിന്ന് മേടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ AC കോച്ചായതുകൊണ്ട് ഫ്രണ്ടിലായതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. നല്ല വൈകിട്ട് അവസാനം ട്രെയിനകത്ത് നിന്ന് തന്നെ ഫുഡ് മേടിച്ച് കഴിച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങി. രാവിലെ എണ്ണീറ്റപ്പം ഒരു 30 മിനിറ്റ്സ് ഡിലേ ആണ്. ഇപ്പോൾ നമ്മൾ എത്തുന്നത് കാട്ട്പാടിയിലാണ് കേട്ടോ. ഏർലി മോർണിംഗിൽ കാട്ട്പാടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എത്തുന്നത് ഒരു 6:15 ഒരു 30 മിനിറ്റ്സ് ഡിലേ ആണ്. ഈ കാട്ട്പാടി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ടുള്ള പ്രധാന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കാട്ട്പാടി. അപ്പോൾ വെല്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിൽ ഈ ട്രെയിൻ ഇവിടെ എത്തും. നമുക്ക് ഈസിയായിട്ട് വെല്ലൂർ പോകാൻ പറ്റും. ഇപ്പോൾ ഈ കാട്ട്പാടി ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാനും രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ച് ടീയൊക്കെ കുടിച്ച് ഫ്രഷായി നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ. അവന്മാർ എന്താ പറയുക നല്ല പറപ്പീരാണ്. ഇതിനിപ്പോൾ വേറെ സ്റ്റേഷനിലാണ് വെച്ചാൽ അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ സ്റ്റേഷൻ, അത് വേറൊരു പാത്താണ്. അതുകൊണ്ടാണ് ഇവന്മാർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അപ്പുറത്തെ ലൈനിലൂടെ അങ്ങ് പോവാണ്, നമ്മളെ തോപ്പിച്ച്. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ കാല് കുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഐ ആം ഇൻ ചെന്നൈ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഇനി അടുത്തത് പോകേണ്ട സ്ഥലം അറിയാം, അതെങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പം ഇതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതൊരു ഡെഡ് എൻഡാണ്. കാര്യം ഇവിടുന്ന് മുന്നോട്ട് ഇനിയിപ്പം വേറെ എന്താ പറയുന്നത്, ഈ മുന്നോട്ടില്ല, ഏതൊരു ഡെഡ് എൻഡാണ്. ഇതേ കണ്ടോ, ഇത് ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ. ഇവിടെ വാട്ടർ റീഫില്ലാണ്, പ്യൂരിഫൈഡ് കോൾഡ് വാട്ടർ ഡ്രിങ്കിങ്. പ്രൈസൊക്കെ നോക്കിയാൽ 2 ലിറ്ററിന് 12 രൂപയേ ഉള്ളൂ. വാട്ടർ നമ്മൾ വെൻഡിങ് മെഷീനാണ് ആക്ച്വലി, നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി, നമുക്ക് വെള്ളം ഇവിടുന്ന് റീഫില്ല് ചെയ്ത് കിട്ടും. ഇത് നല്ലൊരു സംവിധാനമാണ്, നല്ല രീതിയിലാണ്. 1 ലിറ്റർ റീഫില്ല് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ റീഫില്ല് ചെയ്യുന്നതിന് 5 രൂപയേ ഉള്ളൂ. നോക്കി, 5 ലിറ്ററിന് 20 രൂപയേ ഉള്ളൂ റീഫില്ലിങ്. അത് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ട്രെയിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡെഡ് എൻഡ് ആണെന്ന്. കണ്ടോ, ഇവിടം കൊണ്ട് കംപ്ലീറ്റ്ലി നിൽക്കുകയാണ്, ഇവിടം വരെ ഉള്ളൂ. ബാക്കി ഇനി പോകണമെങ്കിൽ മറ്റേ വേറെ റൂട്ട് വഴി അങ്ങനെ കണക്ട് ചെയ്ത് പോകാം. പക്ഷേ ഇവിടെ ചെന്നൈ സെൻട്രലിൽ എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് സ്റ്റോപ്പാണ്, ഇവിടെ നിന്നൊരു കണക്ടിവിറ്റി അങ്ങോട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി, നല്ല തിരക്കാണ്. ട്രെയിൻ വന്നിറങ്ങി സ്വാഭാവികമായിട്ട് ചെന്നൈ സെൻട്രലിൽ നിന്നാണ് എല്ലാ കണക്ടിവിറ്റിയും ഉള്ളത്. അപ്പം നമുക്ക് പോകേണ്ടത് ക്രോംപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കാനുള്ള വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം എന്താ പറയുന്നത്, സബ് റൂട്ട്സ് ഉണ്ട്, താഴെ കൂടെ പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് മെട്രോയ്ക്ക് എല്ലാം നല്ല ആക്സസ് ആണ്. എന്നോട് പറഞ്ഞ് നേരെ പോയിട്ട് റൈറ്റ് എടുത്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഈ കാണുന്ന പോലെ റൈറ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇപ്പം നിങ്ങളും പുതുതായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഞാനും. പുതുതായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇപ്പം ഞാനും സെയിം, ലൈക്ക് ഞാനിവിടെ പുതിയതാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ അത്യാവശ്യം ചോദിച്ചു മനസ്സിലാക്കി. ബോർഡുകളുണ്ടെന്ന് പറഞ്ഞു, ശരിയാണ്, നല്ല രീതിയിൽ ബോർഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി അടുത്ത ട്രെയിൻ, ലോക്കൽ ട്രെയിൻ നമുക്ക് അവിടെ നിന്നാണ് പോകേണ്ടത്. ഇത് കണ്ടോ, 10 രൂപ എടുത്താൽ മതി കേട്ടോ. നടക്കാണ്ട് നമ്മളെ ഇവിടുന്ന് അങ്ങേയറ്റം വരെ കൊണ്ടുപോയി വിടും. ഇതാണ് നമ്മുടെ ചെന്നൈ സബർബൻ റെയിൽവേൻ്റെ ഓഫീസ്. പിന്നെ നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് നമ്മുടെ ചെന്നൈ സെൻട്രലിൻ്റെ ഒരു മുഖമുദ്രയാണ് ഈ കാണുന്നത്. എൻ്റെ കുറച്ചുകൂടി ഒരു വൈറ്റ് ഷോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു, നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് സബ്വേ, പാർക്ക് ടൗൺ സ്റ്റേഷൻ കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പാർക്ക് ടൗൺ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് ടു സബ്വേ, അതായത് സബ്വേ താഴെ കൂടെയാണ്. അപ്പം ഈ ലിഫ്റ്റ് കയറി നേരെ താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ഇതാണ് ഇതിൻ്റെ ഒരു വൈറ്റ് ഷോട്ട്, ചെന്നൈ സെൻട്രലിൻ്റെ ഒരു വൈറ്റ് ഷോട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നല്ല തിരക്കുണ്ടെങ്കിലും അത്യാവശ്യം ബ്ലോക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ സബ്വേ എന്ന് പറഞ്ഞത്. നേരെ താഴോട്ടിറങ്ങി അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ഈ സബ്വേ. നേരെ അങ്ങോട്ട് ചെന്ന് കയറുന്നത് നമ്മുടെ പാർക്ക് സ്റ്റേഷനിലേക്കാണ്. അപ്പം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.